ആകാശ്, നീ അവിടെ എന്ത് നോക്കി നിൽക്കുക? മമ്മി ഇന്ന് പുറത്തു പോയിട്ട് വരാൻ ഈവനിങ് ആവും. 1 o'clock ആവുമ്പോൾ ലഞ്ച് എടുത്ത് കഴിച്ചോളണം. ആദ്യം മാത്സ് ഹോംവർക്ക്, ആഫ്റ്റർ ലഞ്ച് സോഷ്യൽ സ്റ്റഡീസ്. പിന്നെ അന്നത്തെ പോലെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കാമെന്നൊന്നും വിചാരിക്കണ്ട. നല്ല അടി കിട്ടുമെന്നറിയാലോ. നീ കേൾക്കണുണ്ടോ? മമ്മി വരുമ്പോ മോന് ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ട് വരാട്ടോ. ബൈ മമ്മി. ബൈ. പപ്പ. അതെന്താ ഇത്? ആരെയും കാണുന്നില്ലല്ലോ. എന്താ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കണേ? ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഞാൻ എന്താ പൊട്ടനാ? ഇവിടെ എരുമേനെ വളർത്തുണ്ടോ? ഇല്ല. അപ്പൊ നീ തന്നെയാ? എന്താ അതിന് മാത്രം പ്രശ്നം നിനക്ക്? വഴി കൂടെ മനുഷ്യന്മാർക്ക് നടക്കണ്ടേ? വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, മമ്മി പുറത്തു പോയേക്കാ. ഗേറ്റിലൊരു താഴെ ഞാൻ കണ്ടു, പൂട്ടിയിട്ടേക്കുവാ അല്ലേ? സാരമില്ലടാ, നിന്നെ കാക്ക ഒത്താണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും. അത് തൊട്ട് പൊക്കോട്ടാ. എന്താ നിന്റെ പേര്? ആകാശ്. മമ്മി എപ്പോഴെന്നെ വരിക? ഈവനിങ് ആവും. എന്റെ കൂട്ടുകാരൊക്കെ തേനാക്കോടി ക്രിക്കറ്റ് ടൂർണമെന്റ് പോയേക്കാ. ഞാൻ എണീക്കാൻ വൈകിയതാ പ്രശ്നമായത്. രാത്രി ഭയങ്കര കൊതുകടിയായിരുന്നടാ.
ആകാശേ, നീ വരുന്നോ? നമുക്ക് വെറുതെ കമ്പനി അടിച്ചോണ്ട് നടക്കാം. ഞാനെങ്ങനെ വരാനാ? അതിനല്ലേ ഞാൻ. ഒരു മിനിറ്റ്. അതീ ചവിട്ടിക്കേറി പോര്. ആ ശരി. വീണു അല്ലേ? ആ സാരമില്ല, ഒന്നും കൂടെ കേറ്. പറ്റണില്ല. പറ്റൂടാ. പിന്നെ വീണ ചെറുക്ക. ഇതെങ്ങോട്ടാ? സ്കൂൾ ബസ് പോണ വഴി മാത്രമല്ല നീ നാട്ടിൽ കണ്ടിട്ടുള്ളൂ. ഒന്നുമല്ല. നീ വാ. നീ വാടാ. ദേ നോക്കിയേ, ഇതാണ് എന്റെ താവളം. അപ്പു, ഒന്ന് കേറ്റിത്താടാ. ഓക്കെ. കൈ കാണിച്ചേ. മഞ്ചാടിക്കുരു എന്ന് പറയും. അറിയാം. എങ്ങനെ അറിയാം?
സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, സമ്മതിക്കണം. എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. എന്താ അപ്പു? എൻ്റെ അച്ഛനൊരു പണക്കാരനാവാന്നത് നന്നായി. അതുമല്ല, എന്നെ പൂട്ടിയിടാൻ ഒരു അമ്മയില്ല. അതൊരു സങ്കടം കേട്ടോ. എന്നെ പൂട്ടിയിടാനെങ്കിലും ഒരു അമ്മ വേണമായിരുന്നു. എന്താ പറ്റിയേ? എനിക്ക് 3 വയസ്സായ എൻ്റെ പിറ്റേ മാസം മരിച്ചെന്നാ എല്ലാരും പറയണം. എന്തോ ഞാൻ നിന്റെ അമ്മയെ കാണുമ്പോൾ നോക്കിയേക്കും. പക്ഷെ നിന്റെ അമ്മ ഈ കോളേജിൽ പഠിക്കണ പെൺപിള്ളേര് പൂവാലന്മാരെ കാണും പോലെ എന്നെ നോക്കണേ. ദേ ഇങ്ങനെ. എന്താ അമ്മയാടാ നിന്റെ? ആക്ച്വലി എന്റെ മമ്മി പാവാ. എൻ്റെ അമ്മ പഞ്ചപ്പാവായിരുന്നു എന്ന് എല്ലാരും പറയാറ്. നമുക്കിങ്ങനെ ഇനി ഇരിക്കണ്ട, ഓടിയാലോ? അതെന്തിനാ? ഇങ്ങനെ ഇരുന്ന് അമ്മേനെ ഓർത്താ എനിക്ക് കരച്ചില് വരും. ഇന്നത് വേണ്ട, ഓടാം. ആരും കാണാത്തീരം പുൽകാനായി കാറ്റിൽ വാനിൽ പാറും ശലഭം നാം. ഡിംഗ ഡിംഗാലോ ഡിംഗ ഡിംഗാലോ ഡിംഗ ഡിംഗാലോ ഡിംഗ ഡിംഗാലോ ഡിംഗാലോ. പിന്നെ എൻ്റെ വീടിന് മുമ്പിൽ കിളികളെ വളർത്തുന്ന കണ്ടിട്ട് സ്കൂൾ ബസ്സിലെ പിള്ളേര് എനിക്കിട്ട പേര് കിളിന്നാ. കിളി നല്ലവരാണല്ലോ. ഞാനും ഇനി ആനെ വിളിക്കാം. വിളിക്കട്ടെ? കിളിന്നാ പേരെങ്കിലും എനിക്കിന്നാ ചിറക് കിട്ടിയേ. കിളിക്ക് പറക്കണം. ഡാ കിളി, നീ മരം കണ്ടോ? ഇതൊരു സംഭവം തന്നെ. അതെന്താ? വരം തരുന്ന അത്ഭുത മരം അത്. വരം വെച്ചാ? എന്ന് വെച്ചാ വാ. ആ പട്ടുചേല കണ്ടോ? ഈ മരത്തിൽ കയറി അങ്ങെട്ടി പ്രാർത്ഥിച്ച് അതീത്തോട്ട് എന്താഗ്രഹം പറഞ്ഞാലും ആ ആഗ്രഹം നടക്കും. സത്യമാണോ? പിന്നല്ലാതെ. പക്ഷെ കേറണം. എനിക്കെന്താഗ്രഹം തോന്നിയാലും ഇവിടെ വന്ന് ഈ മരത്തിൽ കയറില്ല ഞാൻ സഹിച്ചെടുക്കണം. ആണോ? ആന്നേ, കഴിഞ്ഞ ബുധനാഴ്ചയും കൂടെ ഞാൻ ആഗ്രഹം സഹിച്ചേ ഉള്ളൂ. എന്നാ എനിക്കും കേറണം. അപ്പുവിനെ ഹെൽപ്പ് ചെയ്യോ? ഏയ്, അങ്ങനെയാലും സഹായിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് കയറണം. കിളിയെ കൊണ്ടൊക്കൂല. നമുക്ക് പോവാം. എനിക്കും കേറണം. ഞാൻ കേറും.
പറ്റില്ല അപ്പു. ഞാൻ വെറുതെ പറഞ്ഞാണ്ട കിളി. കുറച്ചു നാളെ ഒരു പട്ടിശാലയോടെ കാണുന്നു. ആരെന്തിനു വെച്ചാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ കേറുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. എന്റെ കൈ മമ്മി അറിഞ്ഞ എന്നെ തല്ലും. കരയല്ലടാ, നമുക്ക് ആശുപത്രി പോവാം. കിളി, പൈസ ഇല്ലല്ലോടാ. വീട്ടിൽ കാണും. കാണുന്നില്ലല്ലോടാ. ശരിക്കും നോക്ക്. എന്തായി കാണിക്കണേ? മമ്മി അറിഞ്ഞു. ഇതൊക്കെ പോയിട്ട് വന്നിട്ട് ശരിയാക്കാം. എന്റെ കൈ, എന്റെ അമ്മേ. കിട്ടിപ്പോയി. എന്റെ അമ്മേ. ഇതിരിക്കട്ടെ. വാ, എണീക്ക് എണീക്ക്. മതില് ചാടാൻ ഇത് വെക്കാം. ഇങ്ങോട്ട് കയറിയ പോലെ എന്റെ തലേ ചവിട്ടുണ്ടല്ലോ. മമ്മി എന്നെ തല്ലുന്ന പേടിയുണ്ടായിരുന്നു. ഇപ്പൊ കൊല്ലുന്ന ഉറപ്പായി. നിനക്ക് തലർക്കം വന്നോണ്ടല്ലേ? അതല്ലേ അവരെ ഗ്ലൂക്കോസ് കയറ്റിയേ. തല ഇറങ്ങിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? മമ്മി നിന്നെ കൊല്ലും. ഇതാ ജിൻഡു. ആ എന്താടാ? പോണ വഴിക്ക് എന്റെ അച്ഛനോടൊന്ന് കയറി പറഞ്ഞേക്കണം. ഞാൻ ആ ബാലുവിന്റെ വീട്ടിലാന്ന് ഒന്ന് പറയണം. ആ ശരി. കിളി പേടിക്കണ്ടടാ. മമ്മീനെ തല്ലാൻ വന്നാലും കുറച്ചൊക്കെ ഞാനും വാങ്ങിച്ചോളാം. അതിനുള്ള ടെക്നിക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പ്രവാസി വ്യവസായ പ്രമുഖൻ വാരിയത്ത് ചന്ദ്രശേഖരന്റെ മകൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ തനുശ്രീ നമ്മോടൊപ്പം ചേരുന്നു. തനുശ്രീ, എന്തൊക്കെയാണ് കൂടുതൽ വാർത്തകൾ? പോലീസ് നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ്? വേണുഗോപാൽ, പോലീസും വിരലടയാള വിദഗ്ധരും വിശദമായ പരിശോധനയാണ് ഇതിനകം നടത്തിയത്. പോലീസ് ടീം വീടിനകത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. സിറ്റി മുഴുവൻ ശക്തമായ ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രശേഖരന്റെ 10 വയസ്സുകാരൻ മകൻ ആകാശ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ആര്, എന്തിന് എന്നതിനെ കുറിച്ച് ഇപ്പോഴും പോലീസിന് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല. തനുശ്രീ, കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് എങ്ങനെയാണ് വിശദീകരണം ഉണ്ടായത്? വേണുഗോപാൽ, പോലീസ് പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വീടിനകത്ത് ഒരു വലിയ മൽപ്പിടുത്തം നടന്നതിന്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട്. ഇവിടെ നടന്ന മൽപ്പിടുത്തത്തിൽ കുട്ടിക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. തറയിൽ കിടന്നിരുന്ന രക്തത്തുള്ളികൾ കുട്ടിയുടെ തന്നെയെന്ന് മെഡിക്കലി സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണം തന്നെയാവണം കിഡ്നാപ്പേഴ്സിന്റെ ലക്ഷ്യം. കാരണം വീട്ടിൽ ലഭ്യമായിരുന്ന പണം കൈക്കലാക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തനുശ്രീ, ഇത്തരം ഒരു വലിയ മൽപ്പിടുത്തം നടക്കുന്നു, കുട്ടിക്ക് പരിക്കേൽക്കുന്നു, പണം മോഷണം പോകുന്നു. ഇതൊന്നും അയൽവാസികൾ ആരും അറിഞ്ഞില്ല. അതിശയോക്തിയില്ലേ തനുശ്രീ? കുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളി അയൽവാസികളിൽ പലരും കേട്ടിരുന്നു. പക്ഷെ അതാരും ആ സമയത്ത് അത്ര കാര്യമായി എടുത്തില്ല എന്ന് ഇവിടെയുള്ള ചില ആളുകളുടെ മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വേണുഗോപാൽ, പോലീസുകാർ നമ്മളെ പിടിച്ചിടിക്കൂടാ. പേടിപ്പിക്കലടാ. മതിൽക്കെട്ടിന് അകത്ത് കടക്കാനും പുറത്തു പോകുവാനുമായി കിഡ്നാപ്പേഴ്സ് വളരെ വ്യത്യസ്തമായ സാധന സാമഗ്രികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടിയുടെ അമ്മ മോഹാലസ്യപ്പെട്ട് വീഴുകയായിരുന്നു. തുടർന്ന് വൈദ്യസഹായം ഇവിടേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വേണുഗോപാൽ, ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ അച്ഛൻ ന്യൂസ് ചാനലാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്.
എവിടെ നിന്ന് കിട്ടുന്ന ഇത്ര വാർത്തയെന്ന്. ഇപ്പം സൂത്രം മനസ്സിലായി. കുട്ടിയുടെ പിതാവ് ശ്രീ വാര്യത്ത് ചന്ദ്രശേഖർ തൊട്ടടുത്ത് ലഭ്യമായ ഫ്ലൈറ്റിന് തന്നെ അവിടെ നിന്ന് തിരിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചത്. ഏകദേശം പുലർച്ചയോടുകൂടി തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. പപ്പ വരുന്നെന്ന്. നിന്റെ പേടിയൊക്കെ എവിടെ പോയി? പപ്പ വരുന്നെന്ന്. വെറുതെ ഇരിക്കണ. അപ്പൂനറിയോ, എന്റെ മമ്മിയും പപ്പയും ഡിവോഴ്സ് ആയതാ. അതധികം ആർക്കും അറിഞ്ഞൂടാ. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. എന്നോട് മമ്മിയുടെ കൂടെ നിൽക്കാനാ കോർട്ട് പറഞ്ഞത്. പപ്പ പോയി. മൂന്ന് കൊല്ലമായി ഞാൻ പപ്പയെ കണ്ടിട്ട്. കാണാൻ മമ്മി സമ്മതിക്കേയില്ല. ആ പപ്പയാടാ വരുന്നേ. എല്ലാം നീ കാരണം. ഞാൻ കാരണോ? നീയല്ലേ എനിക്ക് അത്ഭുതമരം കാണിച്ചു തന്നേ. എനിക്കെന്റെ പപ്പയെ കാണണം, എനിക്കെന്റെ പപ്പയെ കാണണം, എനിക്കെന്റെ പപ്പയെ ഉടനെ കാണണം. നീ കാരണം, അല്ലെങ്കിൽ ഞാൻ ആ മരം കാണില്ലായിരുന്നു. ആരും കണ്ടിട്ടില്ല. വാ പോകാം. നീ ഇവിടെ നിൽക്ക്. കിളിയുടെ പപ്പയും മമ്മയും ഒന്നിപ്പിച്ചേക്കണമേ. എടക്കിളി, എല്ലാം ശരിയാവൂടാ. ഇതൊരു അത്ഭുത മരം തന്നെ. എന്നാ നമുക്ക് പോവാം. ഏയ്, ഇപ്പൊ പോയി ശരിയാവില്ല. നിന്റെ പപ്പ വീടെത്തണം. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് തിരിച്ചുവിട്ടാലോ? അത് ശരിയാ. പക്ഷെ അതുവരെ എന്ത് ചെയ്യും? അതുവരെ നമുക്ക് ഈ അത്ഭുത മരത്തിന്റെ ചുവട്ടില് ആകാശവും നോക്കി അങ്ങ് കിടക്കാം. എടക്കിളി, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായടാ. എന്താ അപ്പു? മരമായാലും മലയായാലും നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മൾ വിചാരിച്ച അത് പിന്നെ ദൈവവും വിചാരിച്ചോളും. ഒന്ന് ചിരിക്കടാ. ഞാനങ്ങ് വരികയാണേ. ഇനി വാ അപ്പു. ചെന്ന് നിക്കടാ. വേഗം വാ അപ്പു, ഫോട്ടോ എടുക്കാം. നീ മുടിയൊന്നും ചെയ്യില്ലേ? ചീകിയതായിരുന്നു ആന്റി. ആന്റി എന്നല്ല, അമ്മയെന്ന് വിളിച്ചോടാ.
വരം സ്വർഗത്തിൽ നിന്നും നേരിട്ടിറക്കപ്പെടുകയില്ല. അത് ലഭിക്കുന്നത് നല്ല സൗഹൃദങ്ങളിലൂടെയാണ്. ഭേദിക്കപ്പെടേണ്ട അതിരുകൾ ഭേദിക്കപ്പെടുമ്പോഴാണ്. പരിശ്രമത്തിലൂടെയാണ്. പ്രാർത്ഥനയിലൂടെയാണ്. വിശ്വാസത്തിലൂടെയാണ്. ചില മുറിവുകളിലൂടെയാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്ന വരം നമുക്ക് മാത്രമായി ലഭിക്കുന്നതുമല്ല.